സിഹർ ഏതെല്ലാം നിലക്കാണ് ശിർക്കായി തീരുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അടുത്ത 14ാമത്തെ ചോദ്യം അല്ലേ, സിഹർ ഏതെല്ലാം നിലക്കാണ് ശിർക്കായി തീരുക എന്നതാണ്. ഒന്ന്, സിഹർ ശിർക്കായി തീരുന്നത് അദൃശ്യമായ നിലയിൽ സാഹിറിന് ഖൈറും ഷർറും ചെയ്യാൻ കഴിവുണ്ട് എന്ന വിശ്വാസം തന്നെ ശിർക്കാണ്. അദൃശ്യമായ നിലയിൽ സിഹറിൽ ഫലം പ്രതീക്ഷിക്കപ്പെടുന്നത് അദൃശ്യമായ നിലക്കാണ്. സിഹർ കൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ദ്രോഹം ഉണ്ടാകുക എന്നൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അദൃശ്യമായ നിലയിലാണ് സിഹർ കൊണ്ടുള്ള ദോഷം വരുന്നത്, അദൃശ്യമായ നിലയിലാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വൈൻ അംസസ്കല്ലാഹു ബിൽദുർരിൻ, അള്ളാഹു താങ്കളെ ഒരു ദ്രോഹം അനുഭവിപ്പിച്ചാൽ, ഒരു ദുരിതം അനുഭവിപ്പിച്ചാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, അത് നീക്കം ചെയ്യാൻ അവനല്ലാതെ ഒരു ശക്തിയുമില്ല. വൈൻ യുരിദിക ബി ഖൈറിൻ, മറിച്ച് താങ്കളെ അവൻ ഒരു ഖൈറാണ് ഉദ്ദേശിച്ചതെങ്കിലോ, ഫലാ റാദ്ദ ലി ഫളലിഹി, ആ ഖൈറിനെ തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. സൂറത്ത് യൂനുസ് 107-ാമത്തെ വചനം. ഈ വചനത്തെ ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്, വൈൻ യുസിബക അല്ലാഹു യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ താങ്കളെ അള്ളാഹു അനുഭവിപ്പിച്ചാൽ, ബിശിദ്ദത്തിൻ, ഒരു കാഠിന്യത്തെ താങ്കളെ അള്ളാഹു അനുഭവിപ്പിച്ചാൽ, ഔ ബലായിൽ, അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തെ, ഫലാ കാശിഫ ലിദാലിക ഇല്ലാ റബ്ബക്കല്ലദീ അസ്വാബക ബിഹി, അത് നിനക്ക് സംഭവിപ്പിച്ച അള്ളാഹു റബ്ബിനല്ലാതെ നീക്കം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. വൈൻ യുരിദിക റബ്ബുക, നിന്റെ റബ്ബ്, താങ്കളുടെ റബ്ബ് താങ്കൾക്ക് ഉദ്ദേശിച്ചതാണെങ്കിൽ ബിറഖായിൻ, ഒരു സൗഖ്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഔ നിഅമത്തിൻ, അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ് ഉദ്ദേശിച്ചതെങ്കിൽ, വആഫിയത്തിൻ, അല്ലെങ്കിൽ ആരോഗ്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഫലാ യഖ്ദിറു അഹദുൻ, ഒരു ശക്തിക്കും സാധ്യമല്ല, അൻ യഹൂല ബൈനക വലാ യറുദ്ദു അൻക അൻഹു, അൻ യഹൂല ബൈനക, നിനക്കിടയിൽ തടയിടാൻ ഒരാൾക്കും സാധ്യമല്ല, വലാ യറുദ്ദുക അൻഹു, അത് അള്ളാഹുവിൽ നിന്നും താങ്കളെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. ലിഅന്നഹുല്ലദീ ഫീ യദിഹി ശർറാഉ വല്ലറാഉ, തീർച്ചയായും നന്മയും തിന്മയും സന്തോഷവാർത്ത അറിയിക്കലും ദുരിതം അനുഭവിപ്പിക്കലൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാകുന്നു. അവനാകുന്നു സന്തോഷവാർത്ത അറിയിക്കുന്നവനും ദുരിതവാർത്ത അറിയിക്കുന്നവനൊക്കെ അള്ളാഹുവാണ്. തഫ്സീറു ജാമിഉൽ ബയാൻ 12-ാം വാല്യം 305-ാം പേജ്. ഇനി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വേറെയും ആയത്തിലൂടെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അള്ളാഹു എനിക്കൊരു ദുരിതമാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഹൽ ഹുന്ന കാശിഫാത്തു ദുർരിഹി, അവയാണോ, അതായത് അവർ ആരാധിക്കുന്ന അവരുടെ മഹത്തുക്കളാണോ അവയെ ആ ദുരിതം നീക്കം ചെയ്യുന്നവരെ. ഔ അറാദിനി അല്ലാഹു ബി റഹ്മത്തിൻ, അല്ലെങ്കിൽ അള്ളാഹു എനിക്കൊരു കാരുണ്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ, അൽ ഹുന്ന മുംസിക്കാത്തു റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ അവർക്ക് കഴിയുമോ? ഖുൽ, നബിയെ പറയുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് സൂറത്തു സുമർ 38-ാം വചനത്തിൽ പറയുന്നത്. ഇനി ഹദീസുകളും ഈ പ്രകാരം ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്, ഹദീസുകളും ഉണ്ട്. ഹദീസുകളും 2 പറയാം, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത, അല്ലാഹുവേ നീ നൽകിയതിനെ തടയുന്ന ഒരു ശക്തിയുമില്ല, വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ നൽകുന്ന ഒരു ശക്തിയുമില്ല. ഇത് ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. വഅലം, നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത്ത ലൗ ഇജ്തമഉ അലാ അൻ യളുറുക, സമുദായം മുഴുവൻ
നിനക്കൊരു ദ്രോഹം ചെയ്യാൻ ഒരുമിച്ച് കൂടിയാൽ പോലും ശരി, ബിശൈഇൻ ലം യക്തുബുഹു അല്ലാഹു, അള്ളാഹു അത് താങ്കളുടെ മേൽ രേഖപ്പെടുത്താത്ത പക്ഷം, ലം യമുറുക, നിനക്കൊരു ദ്രോഹവും ചെയ്യാൻ സമൂഹം മുഴുവൻ ഉദ്ദേശിച്ചാലും സാധ്യമല്ല. ഒല വിചിത്തമഴു അലായം ഫഴുക്ക, അതുപോലെ താങ്കൾക്കൊരു ഉപകാരം ചെയ്യാൻ അവർ ഒന്നടങ്കം ഒരുമിച്ച് കൂടിയാൽ പോലും ശരി, ബിശൈഇൻ, വല്ല കാര്യവും താങ്കൾക്ക് ചെയ്യാൻ വേണ്ടി, ലം യക്തുബുഹു അല്ലാഹു ലക, താങ്കളുടെ മേൽ അള്ളാഹു ഇത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ലൻ യൻഫഉക, താങ്കൾക്കതൊരു ഉപകാരം ചെയ്യുന്നതല്ല എന്ന് തുർമുദി ഉദ്ധരിച്ചത്. അപ്പോൾ ഒന്നാമതായിട്ട് അദൃശ്യമായ നിലയിൽ ഖൈറും ഷെറും ചെയ്യുന്ന അള്ളാഹുവാണ്. അത് പിശാചിന് കഴിയും എന്നതാണ്. അതായത് സിഹ്ർ വൈന്നമ പിന്നെ യുത്തിൻമുബി ഇസ്തിആനത്ത് ശയാത്തീൻ, ഫത്വൽ ബാരിയിൽ ഇബ്നു ഹജറൊക്കെ പറഞ്ഞതാണ്. സിഹ്ർ ഫലിക്കുമെന്ന് വാദിക്കുന്ന ആളുകളുടെ വാദമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, വൈന്നമ യുത്തിൻമുബി ഇസ്തിആനത്ത് ശയാത്തീൻ, പിശാചിൻ്റെ സഹായം കൊണ്ട് മാത്രമേ എന്ത് പിന്നെ സിഹറിൻ്റെ ഫലം പൂർണ്ണമാകൂ. അപ്പം സിഹറിൻ്റെ ഫലം പൂർണ്ണമാകണമെങ്കിൽ പിശാചിൻ്റെ സഹായം വേണം. അപ്പം പിശാചിനോടുള്ള പ്രാർത്ഥനയും മറ്റും ആ സിഹർ അദൃശ്യമായ നിലയിൽ ഖൈറും ഷെറും നൽകുന്നവൻ അള്ളാഹുവാണ്. അത് പിശാച് നൽകും, ഷെറ് നൽകും എന്ന വിശ്വാസമാണല്ലോ സിഹറിനുള്ളത്. സിഹർ എന്ന് പറഞ്ഞാൽ മനുഷ്യനും ഉപകാരം ചെയ്യാനല്ല, അധികം ഉപയോഗിക്കുന്നത് ദ്രോഹിക്കാനാണ്. കാരണം അപ്പം ആ നിലക്ക് ആണത് സിഹറാകുക. ഖൈറും ഷെറും അദൃശ്യമായ നിലയിൽ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ സംശയത്തിനിടയില്ലാത്തതെന്നും പഠിപ്പിക്കുന്നത്. അത് സാഹിറിന് കഴിയും, പിശാചിൻ്റെ സഹായത്തോടു കൂടി സാഹിർ ഖൈറും ഷെറും ചെയ്യും എന്ന വിശ്വാസം, അദൃശ്യമായ നിലയിൽ ചെയ്യും എന്ന വിശ്വാസം സിഹറിലുള്ളത് കൊണ്ടാണ് സിഹർ ഒരു നിലയിൽ ശിർക്കായത്. പിന്നെ അതിൽ പിശാചിനോട് തേട്ടുണ്ട്, അലം അഹദിലേക്ക് യാ ബനി ആദം, ആദം സന്തതികളെ, നിങ്ങളോട് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടില്ലേ, അല്ലാ തഅ്ബുദു ശൈത്താന, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതെന്ന്, ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രുവാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് സൂറത്ത് യാസീൻ 60-ാമത്തെ വചനത്തിൽ കാണാൻ കഴിയും. പിശാചിനെ ആരാധിക്കൽ, പിശാചിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാലും പിശാചിനെ ആരാധിക്കലാണ്, പിശാചിനെ നേരിട്ട് ആരാധിച്ചാലും പിശാചിനെ ആരാധിക്കലാണ്. അപ്പം പിശാചിനോടുള്ള പ്രാർത്ഥന ഉണ്ട്. പിശാചിനോടുള്ള പ്രാർത്ഥന അതിൽ സാധാരണ സിഹറിലുണ്ട്. ഇനി യദൂന മിൻ ദൂനിഹി ഇല്ലാ ഇനാസൻ, അവർ അള്ളാഹുവിന് പുറമെ ഇനാസിനോടാണ് സംസാരിക്കുന്നത്, അവർ വിളിച്ചു തേടുന്നത് ഇനാസിനോടാണ്. വൈൻ യദൂന ഇല്ലാ ശൈത്താനം മരീദ, ധിക്കാരിയായ പിശാചിനോടല്ലാതെ അവർ വിളിച്ചു തേടുന്നില്ല. ഇൻ യദൂന മിൻ ദൂനിഹി ഇല്ലാ ഇനാസ എന്ന ആയത്തിന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി കൊടുത്തത് ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജഅലനി മൗത്ത, ഇനാസ എന്നതുകൊണ്ട് മരണപ്പെട്ടു പോയവരോട് അവർ പ്രാർത്ഥിക്കുള്ളൂ. അത് സാധാരണ സമസ്തക്കാരുടെ ഏർപ്പാടാണ്. ഖാലൽ ഹസനു, ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇനാസു, ഇനാസ് എന്ന് പറഞ്ഞാൽ കുല്ലു ഷൈഇൻ മയ്യിത്തിൻ ലൈസ ഫീഹി റൂഹുൻ, ജീവനില്ലാത്ത എല്ലാ മയ്യത്തായ വസ്തുക്കൾക്കും ഇനാസ് എന്ന് പറയപ്പെടും. വൈന്യദൂനില്ല ശൈത്താനം മരീദ, ധിക്കാരിയായ പിശാചിനോടല്ലാതെ അവർ വിളിച്ചു തേടുന്നില്ല. ഐ ഹുവല്ലദി അംറഹു ബിദാലിക വഹസനഹു, പിശാചാണ് ആ കാര്യം അവരോട് കൽപ്പിച്ചത്, ആ കാര്യം അവർക്ക് നല്ലതായി തോന്നിച്ചതും പിശാച് തന്നെയാണ്. ഇത് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തൻ്റെ തഫ്സീർ 1-ാം വാല്യം 438-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സാലിഹ് ഇബ്നു ഫൗസാനും പറഞ്ഞിട്ടുണ്ട്, സിഹ്റിൽ പിശാചിൻ്റെ സഹായ അർത്ഥിക്കലുണ്ട് എന്ന്. അതാണ് സാലിഹ് ഇബ്നു ഫൗസാൻ അഖീദത്തു തൗഹീദ് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം 101 പേജ് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഫഹുവ ദാഖിലുൻ ഫി ശിർക്ക് മിൻ നാഹിയതൈനി,
രണ്ട് വിധത്തിൽ അത് സിഹിർ ഷിർക്കിൽ പെടും. അന്നാഹിയത്തുൽ ഊല, ഒന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ മാഫീഹി മിൻ ഇസ്തിഖ്ദാമി ശയാത്തീൻ, സിഹിറിൽ പിശാചിന്റെ സേവനം തേടലുണ്ട്, സേവനം ഉപയോഗപ്പെടുത്തലുണ്ട്, അതുകൊണ്ട് അത് ഷിർക്കാണ്. അപ്പൊ ഈ നിലക്ക് അപ്പോൾ ഒന്ന് ഖൈറും ഷെറും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്, അത് സാഹിറിൽ നിന്നാണെന്നുള്ള അന്ധമായ വിശ്വാസം, അത് ഷിർക്ക്, ഒരു ഷിർക്ക്. രണ്ടാമത്തെ ഷിർക്ക് സിഹിറിൽ പിശാചിനോട് സഹായം തേടലുണ്ട്, ആ നിലക്കുള്ള ഷിർക്ക് സിഹിറിൽ വന്നു പോരും. മൂന്നാമത്തെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മുൻകൂട്ടി അള്ളാഹു രേഖപ്പെടുത്തിയ ഒരു കാര്യം അത് പിശാചാണ് അത് ഫലിപ്പിക്കുന്നതെന്ന് അള്ളാഹുവിൽ പിശാചിനെ പങ്കുചേർത്തലുണ്ട്. അതാണ് മാസാബക്ക മീൻ മുസീബത്തിൻ, നിനക്ക് ഒരു നാശവും മാസാബ മീൻ മുസീബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു നാശവും സംഭവിക്കുന്നില്ല, വലാഫി അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ ഒരു നാശവും സംഭവിക്കുന്നില്ല, ഇല്ലാഫി കിതാബിൻ മീൻ ഖബ്ലി അൻ നബ്റഅഹ, അത് പടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് രോഗം വന്നാൽ അത് സാഹിറാണ്, അത് അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയ അനുസരിച്ച് ഇവനുണ്ടായ രോഗമായിരിക്കാം. പക്ഷെ അത് സാഹിർ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു സ്വഭാവം. അപ്പം 3 നിലക്ക് സിഹിർ ഷിർക്കായി മാറും എന്നാണ് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഷിർക്കുകളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.